സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഈ ചാനലിലൂടെ നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനാട്ടമിയിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കിഡ്നീസിനെ കുറിച്ചാണ്. കിഡ്നിയുടെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന വേസ്റ്റിനെയൊക്കെ പുറത്തോട്ട് തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിലാണ്. ഇതൊരു റിട്രോപെരിറ്റോണിയൽ ഓർഗൻ ആണ്. റിട്രോപെരിറ്റോണിയം എന്ന് പറയുന്നത് ഒരു അനാട്ടമിക്കൽ സ്പേസ് ആണ്. അതായത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറകിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് ഈ റിട്രോപെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ റിട്രോപെരിറ്റോണിയത്തിലുള്ള ഓർഗൻസിനെയൊക്കെ നമ്മൾ റിട്രോപെരിറ്റോണിയൽ ഓർഗൻസ് എന്ന് പറയും. ഇപ്പൊ കിഡ്നി ഒരു റിട്രോപെരിറ്റോണിയൽ ഓർഗൻ ആണ്. ഇനി ഈ ചിത്രത്തിൽ കണ്ടോ, റൈറ്റ് കിഡ്നിയും ലെഫ്റ്റ് കിഡ്നിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ലെഫ്റ്റ് കിഡ്നിനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് റൈറ്റ് കിഡ്നിയുടെ പൊസിഷൻ. അപ്പം അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ റൈറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, ലിവർ വരുന്നത്. ലിവർ എന്ന് പറയുന്നത് ഒരു മാസീവ് ഓർഗൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. അപ്പം ഈ ലിവറിന്റെ വെയിറ്റ് കാരണം ഈ റൈറ്റ് കിഡ്നി കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് കിഡ്നിനേക്കാളും കുറച്ചുകൂടി ഒരു ഹയർ പൊസിഷനിലാണ് ലെഫ്റ്റ് കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കിഡ്നിയെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സബ് ഹെഡിങ്സിന്റെ കീഴിൽ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ആദ്യം ഇതിന്റെ ഷേപ്പ് ആണ്. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കിഡ്നി എന്ന് പറയുന്ന ഒരു ബീൻ ഷേപ്ഡ് ആണ്. ഇനി ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ലെങ്ത് 7.5 to 10 സെന്റിമീറ്റർ, വിഡ്ത് 5 സെന്റിമീറ്റർ, thickness 2.5 centimeter and the weight is 150 gram. ഇനി പോൾസ് ഓഫ് കിഡ്നി നോക്കാം. രണ്ട് അറ്റങ്ങളാണ് കിഡ്നിക്കുള്ളത്. ഒരു അപ്പർ പോളും ഉണ്ട്, ഒരു ലോവർ പോളും ഉണ്ട്. ഇനി രണ്ട് ബോർഡേഴ്സ് ഉണ്ട്, ഒരു മീഡിയലും ഒരു ലാറ്ററൽ ബോർഡറും. ഇനി രണ്ട് സർഫസസ് ആണുള്ളത്, ഒരു ആന്റീരിയർ സർഫസും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ സർഫസും ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതാണ് അപ്പർ പോൾ ഓഫ് ദ കിഡ്നി ആൻഡ് ദിസ് ഇസ് ദ ലോവർ പോൾ. അപ്പർ പോള് കുറച്ചും കൂടെ വീതി കൂടുതലായിരിക്കും, ലോവർ പോൾ എന്ന് പറയുന്നത് കുറച്ച് പോയിന്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഈ ചിത്രത്തിൽ കണ്ടു, നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പർ പോള് കുറച്ച് ചെരിഞ്ഞ് നടുഭാഗത്തോട്ട് ഇത്തിരി ചെരിഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ മീഡിയൽ പ്ലെയിനിനോട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പർ പോളാണ്. ലോവർ പോൾ എന്ന് പറയുന്നത് കുറച്ച് അകന്നിട്ടായിരിക്കും, മീഡിയൽ പോളിൽ നിന്നും കുറച്ച് അകന്നിട്ടായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കണ്ടല്ലോ, രണ്ട് ബോർഡേഴ്സ് ഉണ്ട്, ഒരു ലാറ്ററൽ ബോർഡറും ഒരു മീഡിയൽ ബോർഡറും. ഈ ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്, ഇതിന്റെ ഷേപ്പ് കണ്ടോ, കോൺവെക്സ് ആണ്. ആൻഡ് മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത് കോൺകേവ് ആണ്, ഇതിന്റെ ഷേപ്പ്. ഈ മീഡിയൽ ബോർഡറിന്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഡിപ്രസ്ഡ് സ്പേസ് കാണാമല്ലോ. ഈ സ്ഥലത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഹൈലത്തിൽ ചില ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ് നോക്കുമ്പോൾ റീനൽ വെയിന്, അതുപോലെ റീനൽ ആർട്ടറി, റീനൽ പെൽവിസ്. ഇതിന് പുറമെ ആയിട്ട് ഹൈലത്തിൽ ചില നെർവ്സും അതുപോലെ ലിംഫാറ്റിക്സും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ നടുക്കുള്ള ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഇനി രണ്ട് സർഫസ് ആണ് ഉള്ളത്, ഒന്ന് ആന്റീരിയർ സർഫസ് അതായത് ഫ്രണ്ട് പോർഷൻ, ഇനി പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുന്നത് ബാക്ക് പോർഷൻ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടതുപോലെ ബോർഡർ, സർഫസ്, അതുപോലെ പോൾസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി കിഡ്നിയെ കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് കവറിങ്സ് ഓഫ് കിഡ്നി എന്ന് പറയാം. 4 സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അത് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ട്രൂ ക്യാപ്സ്യൂൾ എന്നാണ്. ഇനി മിഡിൽ ഫാറ്റി ക്യാപ്സ്യൂൾ, ഇതെന്ന് പറയുന്നത് ഫാറ്റി ടിഷ്യൂസിന്റെ ഒരു കളക്ഷൻ ആണ്. നമുക്കിതിനെ മറ്റൊരു പേര് പറയാം, പെരിനെഫ്രിക് ഫാറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് സഹായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയുടെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിഡ്നിനെ അതിൻ്റെതായ പൊസിഷനിൽ നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും. ഇനി മൂന്നാമത്തത് പാൾസ് ക്യാപ്സ്യൂൾ ആണ്. ഇത് റീനൽ പേഷ്യ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രണ്ട് ലെയേഴ്സ് ആയിട്ടുള്ളത്, ഒരു ആന്റീരിയർ ലെയറും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലെയറും ഉണ്ട്. അതുപോലെ ഈ സുപ്പീരിയർലി രണ്ട് ലെയറും സുപ്രാറീനൽ ഗ്ലാൻഡ് അതായത് അഡ്രീനൽ ഗ്ലാൻഡുമായിട്ട് കൂടി ചേർന്നിട്ട് പിന്നെ അത് ഡയഫ്രമാറ്റിക് പേഷ്യ അതായത് ഡയഫ്രം മസിലിലോട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ലെയർ ഉണ്ട്, ഒരു ആന്റീരിയർ ലെയറും പോസ്റ്റീരിയർ ലെയറും.
ഈ രണ്ട് ലെയറും ആദ്യം അതിന്റെ തൊട്ടുമുകളിൽ കിഡ്നിയുടെ തൊട്ടുമുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡുമായിട്ട് ജോയിൻ ആവും. അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് പിന്നെ അത് ഡയഫ്രത്തിലെ മസിലുമായിട്ടും ജോയിൻ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ഈ കിഡ്നീസും അതിനൊപ്പം തന്നെ മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തത് പാരാറീനൽ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ആണ്. ഇത് കിഡ്നീസിന് അതിന്റെ പൊസിഷനിൽ ഇരിക്കാനായിട്ട് ഒരു കുഷൻ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 ലെയേഴ്സ്? ഒരു ഇന്നർമോസ്റ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതിന് പറയുന്ന മറ്റൊരു പേര് ട്രൂ ക്യാപ്സ്യൂൾ എന്നാണ്. ഇനി മിഡിൽ ഫാറ്റി ക്യാപ്സ്യൂൾ, അതിന് മറ്റൊരു പേര് പെരിനെഫ്രിക് ഫാറ്റ്. പിന്നെ ഫാൾസ് ക്യാപ്സ്യൂൾ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് റീനൽ ഫേഷ്യ വെച്ചിട്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പാരാറീനൽ ഫാറ്റ്. ഇനി ഇതിൽ ഏത് ലെയർ ആണ് നമ്മുടെ റെസ്പിറേഷന് ഒപ്പം കിഡ്നീസിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാൾസ് ക്യാപ്സ്യൂൾ ആണ്, മേഡപ്പ് ഓഫ് റീനൽ ഫേഷ്യ. ഇനി നമുക്ക് കിഡ്നിയുടെ റിലേഷൻസ് നോക്കാം. അതായത് കിഡ്നിയുടെ ഓരോരോ ഭാഗം ഏതൊക്കെ അഡ്ജസന്റ് ആയിട്ടുള്ള ഓർഗൻസുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്, ഏതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ അപ്പർ പോള് മുകൾ വശം ഏത് ഓർഗനുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിന് പറയുന്ന മറ്റൊരു പേരാണ് സുപ്രാ റീനൽ ഗ്ലാൻഡ്. ഇനി ഇതിന്റെ ഹൈലം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഹൈലം എന്ന് പറയുന്നത് ഇതിന്റെ മീഡിയൽ ബോർഡറിലുള്ള ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. ഹൈലത്തിൽ ഏതൊക്കെ സ്ട്രക്ചറാണ് ഉള്ളത്? റീനൽ വെയിൻ ഉണ്ട്, റീനൽ ആർട്ടറി, അതുപോലെ യൂറീറ്റർ, യൂറീറ്ററിന്റെ അപ്പർ പാർട്ട് അതായത് റീനൽ പെൽവിസ്, അതുപോലെ നെർവ്സും ലിംഫസെൽസും. ഇത്ര ഭാഗങ്ങളായിട്ടാണ് ഹൈലം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കിഡ്നിയുടെ പോസ്റ്റീരിയർ റിലേഷൻസ് നോക്കാം. അതായത് പുറം വശത്ത് പോസ്റ്റീരിയറിലെ കിഡ്നി കുറെ സ്ട്രക്ചേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഇപ്പുറം ഒരു ഭാഗം ഡയഫ്രോമായിട്ട് കണക്റ്റഡ് ആണ്, ഡയഫ്രോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ 3 ഡിവിഷൻ ആയിട്ടുള്ളത് വ്യത്യസ്ത മസിൽസും ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഈ ഒരു പാർട്ട് സോസ് മേജർ എന്ന് പറഞ്ഞ മസിലിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ക്വാഡ്രേറ്റസ് ലംബോറം എന്ന് പറഞ്ഞിട്ടുള്ള മസിലായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസിലുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ കിഡ്നിയിൽ കൂടെ 3 നെർവ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്കോസ്റ്റൽ നെർവ് ആണ്, രണ്ടാമത്തത് ഇലിയോ ഹൈപ്പോഗാസ്ട്രിക് നെർവ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇലിയോ ഇൻഗ്വൈനൽ നെർവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 നെർവ്സിന്റെ പേര് മറക്കാതിരിക്കാൻ നോക്കണം. ഇനി ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് റൈറ്റ് കിഡ്നി 12th റിബുമായിട്ട് കണക്ഷൻ ഉണ്ട്, റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതുപോലെ ലെഫ്റ്റ് കിഡ്നി 11th-നും 12th റിബുമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ലെഫ്റ്റ് കിഡ്നിയാണ് കുറച്ചുകൂടെ മുകളിലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് 12th റിബിനോട് മാത്രമല്ല 11th റിബിനോടും ഇത് കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ 11th റിബിന്റെയും 12th റിബിന്റെ ഇടയിലുള്ള ഇന്റർകോസ്റ്റൽ സ്പേസുമായിട്ടും ഇതിന് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ആന്റീരിയർ റിലേഷൻസ് നോക്കാം. ആന്റീരിയർ റിലേഷൻസ് നമ്മൾ പറയുമ്പോൾ റൈറ്റ് കിഡ്നിയും ലെഫ്റ്റ് കിഡ്നിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റൈറ്റ് കിഡ്നി റിലേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സുപ്രാറീനൽ ഗ്ലാൻഡ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡുവോഡനം, റൈറ്റ് ലോബ് ഓഫ് ലിവർ, ഹെപ്പാറ്റിക് ഫ്ലെക്ചർ ഓഫ് കോളൻ ആൻഡ് കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി ലെഫ്റ്റ് കിഡ്നി ആണെങ്കിൽ ലെഫ്റ്റ് സുപ്രാറീനൽ ഗ്ലാൻഡ്, സ്പ്ലീൻ ആൻഡ് സ്പ്ലെനിക് വെസൽ, സ്റ്റൊമക്, പാൻക്രിയാസ്, ലെഫ്റ്റ് കോളിക് ഫ്ലെക്ചർ ഓർ സ്പ്ലെനിക് ഫ്ലെക്ചർ, കോയിൽസ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമുക്ക് റൈറ്റ് കിഡ്നിയിൽ എന്തൊക്കെയായിട്ട് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ആരുണ്ട്? അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്, തൊട്ട് താഴെയായിട്ട് ലിവർ ആയിട്ട് റിലേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഡുവോഡനമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു പകുതി ഭാഗം റൈറ്റ് കോളിക് ഫ്ലെക്ചറും ബാക്കി പകുതി സ്മോൾ ഇൻറ്റെസ്റ്റൈൻസിന്റെ കോയിൽസും മടങ്ങിയ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് കിഡ്നി നോക്കുകയാണെങ്കിലോ ഒരു ആദ്യത്തെ ചെറിയ ഭാഗം അഡ്രീനൽ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്? സ്പ്ലീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പ്ലീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റൊമക്കിന്റെ ഒരു പോർഷൻ എവിടെയുണ്ട്? റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാൻക്രിയാസ്. ഇനി ലാസ്റ്റ് പോർഷൻ ഒരു ഭാഗം ലെഫ്റ്റ് കോളിക് ഫ്ലെക്ചറും അതുപോലെ തന്നെ മറ്റൊരു ഭാഗം സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ കോയിൽസും ആണ് ഉള്ളത്. ഈ ഒരു ഫിഗർ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ കിഡ്നിയാണ് നോക്കുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് 2 ടോപ്പിക്കിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാം, മാക്രോസ്കോപ്പിയും മൈക്രോസ്കോപ്പിയും.
മാക്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് വെച്ചിട്ട് കാണാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ പറയുന്നുണ്ട്. ഇത് ഒരു കൊറോണൽ സെക്ഷൻ ഓഫ് ദി കിഡ്നിയാണ് ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ മീഡിയൽ പാർട്ടിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്. ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം. ഈ ഹൈലം ലീഡ് ചെയ്യുന്നത് ഒരു റീനൽ സൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിലാണ്. ആ റീനൽ സൈനസിലാണ് ആരുള്ളത്? ഈ യുറീറ്ററിന്റെ അപ്പർ എക്സ്പാൻഡഡ് ആയിട്ടുള്ള പോർഷൻ ആയിട്ടുള്ള റീനൽ പെൽവിസ് ഉള്ളത്. ഇവിടെയാണ് എന്തുള്ളത്? റീനൽ പെൽവിസ് ഉള്ളത്. ഈ റീനൽ പെൽവിസ് പിന്നീട് 3-4 കപ്പ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ മേജർ കാലിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് മേജർ കാലിക്സ് എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ മൈനർ കാലിക്സുകളായിട്ട് പോകും. ഇനി ഇതിന്റെ ടിഷ്യൂ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഔട്ടർ കോർട്ടക്സും ഇന്നർ മെഡുലറി റീജിയനും ആണ് ഉള്ളത്. ഇതാണ് ഈ ഒരു പോർഷനാണ് നമ്മൾ ഔട്ടർ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനത്തെയുള്ള സ്ട്രക്ചേഴ്സിനെ ഇന്നർ മെഡുലറി റീജിയൻ എന്ന് പറയും. ഇനി മെഡുലറി റീജിയൻ നോക്കുകയാണെങ്കിൽ കുറെ ട്രയാങ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് റീനൽ പിരമിഡ് അല്ലെങ്കിൽ മെഡുലറി പിരമിഡ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. ഇതിന്റെ അപ്പെക്സ് പോർഷനെ നമ്മൾ പാപ്പില്ല എന്നാണ് പറയുന്നത്. ഇത് ഓരോ പാപ്പില്ലയും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മൈനർ കാലിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ചിത്രം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. പാപ്പില്ല ഇതാണ്. ആ പാപ്പില്ല കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മൈനർ കാലിക്സുമായിട്ടാണ്. ഇനി അതുപോലെ ഇതിന്റെ ബേസ് പോർഷൻ, ഈ ഒരു പോർഷനിൽ കണക്ട് ചെയ്തിട്ട് ആരുണ്ട്? കോർട്ടക്സ് ഉണ്ട്. കോർട്ടക്സിന്റെ ചില ഭാഗങ്ങൾ ഒരു കവറിങ് പോലെ ഈ ബേസിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേറൊരു പേരും പറയാനായിട്ട് പറ്റും. കോർട്ടിക്കൽ ആർച്ചസ് എന്ന് ഈ ഒരു പോർഷനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയ സ്പേസ് ഇതിന്റെ ഇടയിലായിട്ട്, ഈ പിരമിഡുകളുടെ ഇടയിലായിട്ട് ചില സ്പേസ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ. ആ ഒരു പോർഷനെ നമുക്ക് റീനൽ കോളം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഏതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ്? മേജർ കാലിക്സുകള്, മൈനർ കാലിക്സ്, ഔട്ടർ കോർട്ടക്സ്, ഇന്നർ മെഡുല്ല. ഇന്നർ മെഡുല്ലയിൽ എന്തൊക്കെയുണ്ട്? മെഡുലറി പിരമിഡ് ഉണ്ട്, അതിനൊരു ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എപ്പെക്സ് പോർഷൻ ഉണ്ട്. എപ്പെക്സ് പോർഷൻ ആണ് ഇവിടെ, അതിനെ നമ്മൾ പാപ്പില്ല എന്ന് പറയുന്നു. ബേസ് പോർഷനെ കോർട്ടിക്കൽ ആർച്ചസ് എന്ന് പറയാം. അതുപോലെ ഇതിന്റെ ഇടയിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്പേസിന് നമുക്ക് റീനൽ കോളംസ് എന്ന് പറയും. ഇതാണ് കൊറോണൽ സ്ട്രക്ചറിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ. ഇനി ഇതിന്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കാം. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ്. നമുക്കറിയാം നെഫ്രോൺ എന്നാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി കിഡ്നി എന്ന് അറിയപ്പെടുന്നത്. ഓരോ നെഫ്രോണാണ് എക്സ്ക്രീഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കിഡ്നിയിൽ ഒരു 1 to 2 മില്യൺസ് ഓഫ് നെഫ്രോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നെഫ്രോണിന്റെ പാർട്ടിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കാം. ഇപ്പൊ ഇതിൽ ഓരോരോ പോർഷൻ നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ കാണുന്നത് പോലെ കുറെ കാപ്പിലറീസ് ഉള്ള ഒരു ഭാഗമുണ്ട്, ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് നമ്മൾ പറയുന്നത് ഗ്ലോമറൂലസ് എന്നാണ്. ഗ്ലോമറൂലസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പിലേക്ക്, ഒരു കപ്പ് പോലെയുള്ള ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി റീനൽ ട്യൂബുകൾ ആണ്, അതായത് ഈ മൊത്തം വരുന്നതിന് നമ്മൾ എന്ത് പറയും? റീനൽ ട്യൂബുകൾ എന്ന് പറയും. ആ റീനൽ ട്യൂബുകളിൽ തന്നെ നമ്മൾ ഓരോരോ പാർട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ആദ്യമുള്ള ഇത്തരം പോർഷനെ നമ്മൾ പറയുന്നത് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബുകൾ എന്നാണ്. പിന്നെ ഈ ഒരു പോർഷനെ ലൂപ്പ് ഓഫ് ഹെന്നെ എന്ന് പറയും. അതുപോലെ ഈ ഒരു അസെൻഡിങ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബുകൾ എന്ന് പറയും. ഈ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബുകളാണ് പിന്നീട് കളക്റ്റിംഗ് ട്യൂബുകളിലോട്ട്, കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഇരിക്കുന്നത്. ഇനിയും ഈ റീനൽ കോർപ്പസ്യൂളും അതുപോലെ PCTയുടെയും DCT, PCT എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബുകൾ, DCT എന്ന് പറയുന്ന ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബുകൾ. ഈ രണ്ടിന്റെ മേജർ പാർട്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കിഡ്നിയുടെ കോർട്ടക്സിലാണ്. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടല്ലോ കോർട്ടക്സ് പോർഷൻ. ആ ഭാഗത്താണ് ഈ റീനൽ കോർപ്പസ്യൂളും PCTയുടെയും DCTയുടെയും ഒരു മേജർ പോർഷനും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ ലൂപ്പ് ഓഫ് ഹെന്നയും അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റും അത് ഈ കിഡ്നിയുടെ മെഡുലറി റീജിയനിലാണ് മേജർ ആയിട്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ല് ലൈൻ ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. അതായത് ഗ്ലോമറൂലസ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ, PCT, ലൂപ്പ് ഓഫ് ഹെൻലെ, DCT, അതുപോലെ കളക്റ്റിംഗ് ട്യൂബ്യൂൾ.
ഇതാണ് ഇതിന്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കേണ്ടത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ജെക്സ്ട്രാഗ്ലോമറുലർ അപ്പാരറ്റസ്. ഇത് നെഫ്രോണിന്റെ തന്നെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ നിങ്ങൾ ഫിസിയോളജിയിലൊക്കെ ഇത് കേട്ട് പരിചയം ഉണ്ടാവും. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ഇതിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഈ ജെക്സ്ട്രാഗ്ലോമറുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നെഫ്രോണിലെ ചില പോർഷൻസ് ചേർന്നിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് പാർട്ട് ഓഫ് DCT, ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിന്റെ ഒരു പാർട്ട്. അതുപോലെ തന്നെ അഫ്രന്റ് ആർട്ടീരിയോൾ, ഗ്ലോമറുലസിന്റെ അഫ്രന്റ് ആർട്ടീരിയോളിന്റെ ഒരു ഭാഗം കൂടെ, അത് അടുത്തടുത്താണ് കിടക്കുന്നത്, പരസ്പരം ചേർന്ന് കിടക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളും കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് ജെക്സ്ട്രാഗ്ലോമറുലർ അപ്പാരറ്റസ് ഉണ്ടാകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ DCTയുടെ വാളിൽ അവിടെ ചില ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള കൊളുംനാർ സെൽസ് ഉണ്ട്. ആ കൊളുംനാർ സെൽസിനെ നമ്മൾ മാക്യുലാർ ഡെൻസ എന്നാണ് പറയുന്നത് ഈ DCTയുടെ വാളില്. അതുപോലെ തന്നെ ഈ അഫ്രന്റ് ആർട്ടീരിയോളിന്റെ വാളില് സ്മൂത്ത് മസിൽസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് ജെക്സ്ട്രാഗ്ലോമറുലർ അപ്പാരറ്റസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലഡ് സപ്ലൈ നോക്കാം. കിഡ്നീസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് റീനൽ ആർട്ടറീസ് ആണ്. റീനൽ ആർട്ടറീസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ എവിടെയായിരുന്നു? ഹൈലത്തിൽ കൂടെയാണ് നമ്മൾ അതിന്റെ റിലേഷൻ കണ്ടത്. അപ്പോൾ ഈ റീനൽ ആർട്ടറി വരുന്നത് അബ്ഡോമിനൽ അയോർട്ടയിൽ നിന്നാണ്. അബ്ഡോമിനൽ അയോർട്ടയുടെ ഒരു ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. കാരണം നമ്മുടെ എൻറ്റയർ ബ്ലഡും ഇതിൽ കൂടെ പാസ് ചെയ്യണം, കിഡ്നിയിൽ കൂടെ പാസ് ചെയ്താലേ ഫിൽട്രേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇച്ചിരി വലിയ സൈസാണ് റീനൽ ആർട്ടറിക്ക് ഉള്ളത്. ഇനി കിഡ്നിയിൽ നിന്ന്, ഹൈലത്തിൽ നിന്ന് നമുക്ക് റീനൽ വെയിൻ എമേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അത് ചെന്ന് ചേരുന്നത് ഇൻഫീരിയർ വീന കാവയിലാണ്. ഇനി ഇതിന്റെ നെർവ് സപ്ലൈ ഇനർവേറ്റ് ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. അതിൽ സിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. സിമ്പത്തറ്റിക് ഫൈബേഴ്സ് വരുന്നത് T10 തൊട്ട് L1 സെഗ്മെന്റ്സ് നിന്നാണ്. അതുപോലെ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഡെറൈവ് ചെയ്യുന്നത് വാഗസ് നെർവിൽ നിന്നാണ്. ലിംഫാറ്റിക്സ് എന്ന് പറയുന്നത് കിഡ്നിയുടെ ലിംഫാറ്റിക് ഡ്രെയിൻ ചെയ്യുന്നത് ലാറ്ററൽ അയോർട്ടിക് നോഡിലേക്കാണ്. ഇതോടെ കിഡ്നിയിൽ പറയുന്ന മേജർ ആയിട്ടുള്ള അനാട്ടമിക്കൽ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി അപ്ലൈഡ് അനാട്ടമി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ചില കണ്ടീഷൻസ് വേണമെങ്കിൽ എഴുതാം. റീനൽ ഫെയിലിയർ, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, നെഫ്രോപ്പതി, അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ എഴുതി ചേർക്കാം അപ്ലൈഡ് അനാട്ടമി എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ. ഇത് എക്സാമിന് ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടും ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടും ചോദിക്കും. അപ്പൊ അതിന് ചോദിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിഗർ വരച്ചിരിക്കണം. ഓരോരോ ഹെഡിങ്സിന്റെ കീഴിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ എഴുതാനായിട്ട്. അതുപോലെ മാക്രോസ്കോപ്പി, മൈക്രോസ്കോപ്പി ഒക്കെ എഴുതുന്നതിനേക്കാളും സ്ട്രെച്ചിൽ അത് വരച്ച് ലേബൽ ചെയ്യുന്നതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ വേറെ ഏതെങ്കിലും വീഡിയോസ്, ടോപ്പിക്സിൽ വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കേട്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.